ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. Deus
എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ मृत्यु को परास्त करके उसके निर्दयी हाथों से हमारी रक्षा कर। इस दास को आज अनंतदास में प्रवेश करने दे, जिन्होंने जीवन काल में तेरा साक्ष्य दिया और ये करुणा में प्रबोध का साधा भी पापियों को क्षमा करता अपने लिए आराधना और इसलिए करते हैं। हमारी सहायता कर इस प्रयोगी को संतों के समूह में प्रवेश करने दे, जो अपने समस्त कार्य पूरा कर चुके
परलोक की ओर प्रस्थान कर चुके हैं। हे ईश्वर, जीवन एवं मृत्यु के प्रभु, पिता पुत्र पवित्र आत्मा सर्वदा സ്നേഹം തന്നൂരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. इकहत्तर सालों में सन 1949 में अक्टूबर 8 तारीख को केरला के कोट्टयम जिला के तिरुवनाल गांव में श्री चाकवास कन्या और मैं के दूसरे बेटे के रूप में जन्म लिया।
4 भाइयों और 6 बहनों के साथ केसी जोसेफ, जिसे घर में प्यार से अपचन बुलाते हुए बड़ा हुआ। माता मरियम के विशेष होकर अपना स्कूल पढ़ाने के बाद एक मिशनरी पुरोहित बनने के लिए भारत के सबसे पिछड़ा जगह ढूंढते हुए इकबाल मिशन की ओर चल पड़ा। लेकिन सन 1972 में जगदलपुर धर्म प्रांत के स्थापना के बाद अपने चाचा हमारे पवना धर्माधीश स्वर्गीय मर्पोर्टस धीरज के धीरज से जगदलपुर के बारे में सुना और बस्तर से मोहब्बत कर बैठा और हमारा जगदलपुर धर्म प्रांत में ज्वाइन कर लिया। मॉर्निंग स्टार थियोलॉजी कॉलेज कलकत्ता में अपना थियोलॉजी पढ़ने के बाद सन 1980 अप्रैल 29 को दुर्गनाथ कॉलेज में स्वर्गीय बिशप मर्पोर्टस धीरज के हाथों से गुरुविदाई अभिषेक प्राप्त किया। फादर जोसेफ धीरज अपने गुरुविदाई शुश्रूषा चिड़गांव के मालगुड़ा में शुरू किया। एक साल के बाद सन 1981 में करीबगांव मिशन में नियुक्त किया गया। 3 सालों बाद 1984 में बीजापुर भेजा गया। सन 1987 में 2 साल की पढ़ाई के लिए रोम चला गया। अपना पढ़ाई पूरा करके सन 1989 से सन 1995 तक भीरगांव में कार्यरत रहा। वहाँ से वनगा मिशन भेजा गया और 4 साल के बाद सन 1999 में पटना चला गया। വളരെ സ്നേഹത്തോടെ നിങ്ങൾ അപ്പച്ചൻ എന്ന് വിളിച്ചിരുന്ന ഫാദർ ജോസഫ് ജീരത്തച്ഛൻ 71 വർഷത്തെ തന്റെ ജീവിതം അവസാനിച്ച് നിത്യസമാനമായി പുറപ്പെട്ടു. 1949 ഒക്ടോബർ 29 തീയതി കളത്തിലുള്ള കുടുംബത്തെ ചാക്കോടെയും കുട്ടിയുടെയും 2ാമത്തെ മകനായി അച്ഛൻ ജനിച്ചു. 4 സഹോദരങ്ങളോടും 6 സഹോദരന്മാരോടുമൊപ്പം ദൈവവിശ്വാസത്തിൽ വളർന്ന അപ്പച്ചൻ ഒരു മിഷണറി വൈദികനായി സ്വന്തം വീട് ഉപേക്ഷിച്ചപ്പോൾ താങ്ങായും പ്രണതായും കൂടെ നിന്ന സഹോദരങ്ങളായിരുന്നു എന്നും ബലം നൽകിക്കൊണ്ടിരുന്നത്. മിഷണറി വൈദികനാകുവാനായി ഇംഫാലിലേക്ക് എത്തിച്ച കേസി ജോസഫ് സ്വന്തം പാപ്പനായ ജഗദൽപൂർ രൂപതയുടെ പ്രഥമപുത്രനായ മർപ്പോർട്ടസ് ധീരജിലൂടെ ബസ്തറിനെ കുറിച്ച് കേൾക്കുവാനും ഇവിടെയുള്ള പാപ്പടകളുടെ കരുണ തോന്നി അവർക്കായി ജഗദൽപൂർ രൂപതയിൽ ചേരുകയും ചെയ്തു. കൽക്കട്ടയിലെ മോൺസ്റ്റാർ സെമിനാരിയിലെ പഠനം പൂർത്തിയാക്കി 1980 ഏപ്രിൽ 29 മർപ്പോർട്ടസ് ധീരജ് പിതാവിന്റെ കൈയൊപ്പ് ശുശ്രൂഷ വഴി തിരുപ്പട്ടം സ്വീകരിച്ചു. വൈദികനായി തന്റെ ആദ്യ സേവനം ചെറുകാവ് മിഷൻ സ്റ്റേഷനിൽ ആരംഭിച്ചു. 1 വർഷത്തിന് ശേഷം 1981 കരുതികാവ് തന്റെ സേവനത്തിനായി അയക്കപ്പെട്ടു. പിന്നീട് 1984 മുതൽ ബീജാപൂർ മിഷനിലെ ഡയറക്ടറായി സേവനം ചെയ്തു. അതിനുശേഷം 2 വർഷത്തെ ഉപരിപഠനത്തിനായി 1987 റോമിലേക്ക് തിരിച്ചു. പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ അച്ഛൻ 1989 മുതൽ ഭീർഗാവ് മിഷൻ സ്റ്റേഷനിൽ സേവനം ചെയ്തു. 6 വർഷത്തിന് ശേഷം 1995 ജഗദൽപൂർ രൂപതയുടെ അതിർത്തി ഗ്രാമമായ കൊണ്ടയിലേക്ക് പോയി. 4 വർഷത്തെ സേവനത്തിന് ശേഷം 1999 മുതൽ 1999 മുതൽ പൊട്രാ മിഷൻ സെന്ററിൽ ആയിരുന്നു 9 വർഷക്കാലം. 2008 രൂപതയുടെ സെന്റ് ജെറൂസലേം കരുതികാവ് മിഷന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടു. 6 വർഷക്കാലം ബിഷപ്പ് മാർസന്യൂസ് പാലാപിതാവിനോടൊപ്പം നിന്ന് രൂപതയെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. 2013
യാനിഭവൻ പാപ്പ സെമിനാരിയുടെ റെക്ടറായും പറവ പാരീഷിന്റെ വികാരിയായും നിയമിതനായി 2016 വിമലജാസ്ത്രമാരുടെ സേവനത്തിനായി 2015 ഗുരുകുമാര സെമിനാരിയിലെ ആധ്യാത്മിക പിതാവായി ചുമതലയേറ്റു. ആത്മാർത്ഥതയോടെ എല്ലാ ചുമതലകളും വളരെ ഭംഗിയായി നടത്തിയ ഫാദർ സഞ്ജയർ അവസാന ശ്വാസം വരെ കാക്കുന്നതിനായിരുന്നു. 2021 ഏപ്രിൽ 24 അച്ഛൻ അധികം സന്തോഷവാനായിരുന്നു. കാരണം അച്ഛൻ നയിക്കുന്ന ശമാശന്മാരുടെ ഉൾപ്പെടിയായിരുന്നു. ഉൾപ്പെടിൽ കർമ്മങ്ങൾ വളരെ സന്തോഷത്തോടെ സംബന്ധിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്ത അച്ഛൻ വൈകുന്നേരത്തോടുകൂടി നമ്മെ വിട്ടുപിരിയുമെന്ന് ആരും കരുതിയിരുന്നില്ല. അച്ഛൻ്റെ യോഗത്തിൽ നിൽക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും അനുശോചനം അറിയിക്കുന്നു. हम सबके लिए अति प्यारे फादर जोसेफ जीरत को अंतिम विदाई लेने, उनकी आत्म शांति के लिए प्रार्थना करने इस पवित्र वेदी के सामने हम उनके पार्थिव शरीर को रखते हुए हम इस बलिदान में प्रवेश करते हैं। फादर जी की आत्म शांति के लिए हम प्रार्थना करें। इस दुख की घड़ी में हमारे धर्म प्रांत के पहला धर्माध्यक्ष, इस धर्म प्रांत के में रखे बिशप ऑर्डिनल को आदर से मैं याद करता, उनकी यादों के सामने नमन करता। उस पुण्य पिताजी के प्रेरणा से जगदलपुर मिशन की ओर आए फादर जोसेफ, जिस मजबूत नींव और संकल्प बिशप ऑर्डिनल ने जगदलपुर के लिए रखा, उसी को जीने के लिए जो दायित्व सौंपा गया उसको आखिरी क्षण तक फादर जी निभाते रहे। बड़े भारी दिन से आज हम फादर जी को विदाई देते हैं, फिर भी हमारे दिल आत्माभिमान और आदर के प्रति फादर जोसेफ के साथ है। ഇപ്പോഴത്തെ പ്രത്യേക പരിസ്ഥിതിയിൽ കുടുംബാംഗങ്ങൾക്ക് ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ഇവിടെ സന്നിഹിതനായിരിക്കാൻ സാധിക്കുന്നില്ല. ജോസഫ് അച്ഛൻ്റെ അന്തിമയാത്രയിൽ പങ്കുചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിക്കുവാൻ നമ്മളെല്ലാവരും ഒന്നുചേർന്നിരിക്കുകയാണല്ലോ. കളത്തിക്കുണ്ടാട്ട് ജീരക കുടുംബത്തോടുള്ള വലിയ കടപ്പാട് ഞാൻ ഓർക്കുകയാണ്.
പുണ്യജനായ പൗളിയോസ് പിതാവ് ജഗത്പൂർവ്വയെ നേതൃത്വം കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം ദൈവവിളിയിലൂടെ തന്റെ സങ്കല്പങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സഹപ്രവർത്തകനായി ജോസഫ് അച്ഛനെ ജഗത്പൂർ മിഷനിലേക്ക് ആകർഷിച്ചു. അദ്ദേഹം ആ പുണ്യപിതാവിൻ്റെ വലിയ സങ്കല്പങ്ങളെ എടുത്ത് ഇന്നാൾ വരെ ആ വലിയ സങ്കല്പങ്ങൾക്ക് അർത്ഥം നൽകി നമുക്ക് മുമ്പേ നമ്മളോടൊപ്പം ആയിരുന്നു. ഇന്നലെ രാവിലെ പാലായിൽ അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പിതാവിന്റെ മക്കൾ ദുഃഖം പങ്കുവയ്ക്കുവാനായി അവിടെ എത്തിയിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ ജഗത്പൂർവ്വതയും എല്ലാ അംഗങ്ങളും നിങ്ങളോടൊന്ന് ചേരുകയാണ്. നല്ല പിതാവിന് നന്ദി പറയുകയാണ് ജോസഫ് അച്ഛൻ്റെ മഹനീയമായ ജീവിതത്തെ പ്രതി. ആ ജീവിതത്തെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നിങ്ങൾ പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളുമായിട്ടുള്ള എല്ലാവരോടും ചേർന്ന് ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം അയച്ച സന്ദേശം ഇന്നെന്നെ ഒത്തിരിയധികം ചിന്തിപ്പിക്കുകയാണ്. അദ്ദേഹം എന്നോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശം അയക്കുകയായിരുന്നു. സ്നേഹത്തിനും ശുശ്രൂഷകൾക്കുമെല്ലാം സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ജോസഫ് അച്ഛ, അങ്ങയുടെ നല്ല മാർഗങ്ങൾ, നല്ല ചിന്തകൾ, നല്ല ബന്ധങ്ങൾ അതെന്നും ഞങ്ങൾ ആഘോഷിക്കും. അത് ഞങ്ങളോടൊപ്പമുണ്ട്. ഈശോ നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദുഃഖത്തിൻ്റെ വേളയിൽ ജോസഫ് അച്ഛനോടുള്ള ആദരവും സ്നേഹവും നമുക്ക് പ്രകടിപ്പിക്കാം. വിശുദ്ധ ബലിയിൽ നമുക്കൊന്നു ചേർന്ന് ഈശോയുടെ സാന്ത്വനത്തിനായിട്ട് അപേക്ഷിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.
मृत्यु द्वारा हमसे विदा लिए स्वर्ग सिधारे हमारे भाई जोसेफ की रगत को अनंत जीवन प्रदान कर मसीह में समृद्ध होंगे परमोत्सव बनाते हुए मानव जाति के नवीनीकरण और मुक्ति के लिए इन पवित्र रहस्य श्रद्धा से अर्पित करने के लिए हम दोनों को शक्तिशाली बना दे तो भी सबका प्रभु है पिता पुत्र पवित्र आत्मा सर्वदा तेरे मालिक और सरे सहायता से संबंध और दुल्हन के कारण तेरे कलीसिया में हम निरंतर तुझे धन्यवाद देते और तेरा कार्य करते रहे वे सबके प्रभु और सृजनहार सर्वदा और मुक्ति के फल संग्रह करें हे सबके प्रभु पिता पुत्र पवित्र आत्मा सर्वदा आमीन। प्रिय भाइयों और बहनों, रोमियो के नाम से पौलुस का पत्र से वाचन अध्याय 8 वाक्य 35 और 37 से 29 तक। मुझे आपको आशीष दे कौन हमको मसीह के प्रेम से वंचित कर सकता है? क्या विपत्ति या संकट, क्या अत्याचार, भूख, नग्नता, जोखिम या तलवार? किंतु इन सब बातों पर हम उन्हीं के द्वारा सहज ही विजय प्राप्त करते हैं जिन्होंने हमें प्यार किया। मुझे दृढ़ विश्वास है कि न तो मरण या जीवन, न स्वर्गदूत या नरक, न वर्तमान या भविष्य, न आकाश या पाताल की कोई शक्ति और न समस्त सृष्टि में कोई या कुछ हमें ईश्वर के उस प्रेम से वंचित कर सकता अध्याय 5 पवित्र वचन 24 से लेकर मैं तुम लोगों से ये कहता हूँ जो मेरी शिक्षा सुनता और जिसने मुझे भेजा उसमें विश्वास करता है उसे अनंत जीवन प्राप्त है। वह दोषी नहीं ठहराया जाएगा, वह तो मृत्यु को पार कर जीवन में प्रवेश कर चुका है। मैं तुम लोगों से कहता हूँ वह समय आ रहा है, आ भी गया है जब मृतक ईश्वर के पुत्र की वाणी सुनेंगे और जो सुनेंगे उन्हें जीवन प्राप्त होगा।
जिस तरह पिता स्वयं जीवन का स्रोत है, उसी तरह उसने पुत्र को भी जीवन का स्रोत बना दिया और उसे न्याय करने का भी अधिकार दिया है, क्योंकि वह मानव पुत्र है। इस पर आश्चर्य न करो, वह समय आ रहा है जब वे सब जो कब्रों में हैं उसकी वाणी सुनकर निकल आएंगे। सत्कर्मी जीवन के लिए पुनर्जीवित हो जाएंगे और कुकर्मी नरक के लिए। हमारे प्रभु ईसा मसीह की जय। पवित्र बाइबल से दर्शन जीवन के जीवन का आधार पर शुक्र करो। आज के पवित्र समाचार में संदेश ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, ജീവിതത്തിൽ കുടുംബാംഗങ്ങളെ, പ്രിയ വിശ്വസ്വാമികളോ, प्रिय फादर लोग, सिस्टर लोग, ब्रदर लोग, सभी भाई बहनों और जीवनगत परिवार के प्रिय सदस्य, एक संत व्यक्ति के अंतिम संस्कार में हम लोग भाग ले रहे हैं। एक संत हमारे बीच से चले गए। क्यों हम फादर जोसेफ को एक संत मानेंगे? पहला कारण यह है कि उन्होंने छोटी छोटी चीजों को बड़ी विश्वस्तता से, बड़े प्यार से 30 मार्च यानी पुण्य सप्ताह के पुण्य मंगलवार के दिन फादर जी को कोंडागांव से अस्पताल लाया गया। वहां पर उनका जान चला गया, कोलैप्स हो गया। उनका बिल्कुल कोई भरोसा नहीं कि कैसा उनका शरीर प्रतिक्रिया नहीं कर रहे, और हम सभी बड़े दुख के साथ अस्पताल की ओर चले। बहुत सारे लोग अपने घुटनों पर हाथ उठाकर प्रार्थना, और फादर जी को पुनर्जीवन मिला। मैं समझता हूं मेरे प्रिय भाई बहनों, फादर जी को उस पुण्य सप्ताह से परमेश्वर गुजरने के लिए अवसर दे रहा था। पुण्य सप्ताह के दिनों में पुण्य शनिवार तक फादर जी अस्पताल में रहे, अपनी बीमारी और दर्द को समझने, और पुण्य शनिवार के दिन वो वापस आता। ഒരു വൈദികനാണ് ഇന്ന് നമ്മുടെ ഇടയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് യാത്രയാവുന്നത്. വിശുദ്ധനായ വൈദികൻ എന്ന് ഞാൻ പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തയോടും വളരെയധികം ശ്രദ്ധയോടും വളരെയധികം സമർപ്പണത്തോടും കൂടി ജീവിതത്തെ സമർപ്പിക്കുന്നവനാണ് ഒരു വിശുദ്ധൻ. നമ്മുടെ പ്രിയങ്കരനായ ജോസഫ് അച്ഛൻ വിശുദ്ധിയിൽ നിറഞ്ഞ വ്യക്തിയായിരുന്നു, പ്രാർത്ഥനയുടെ വ്യക്തിയായിരുന്നു. അസുഖങ്ങളുള്ള ദിവസങ്ങളിൽ പോലും ബിഷപ്പ് ഹൗസിൽ കത്തീഡ്രൽ പള്ളിയിൽ യാമപ്രാർത്ഥനകൾ പോലും മുടക്കുകയില്ലായിരുന്നു. കയ്യിലെപ്പോഴും ഒരു ജപമാലയുമേന്തി പ്രാർത്ഥനകൾ നിത്യവും ചൊല്ലി, തന്റെ മുറിയിൽ കിട്ടുന്ന സമയമൊക്കെ ബൈബിൾ കമന്ററിയൊക്കെ വായിച്ച് അതിൽ നിന്ന് നോട്ടുകളൊക്കെ കുറിച്ച് തന്നെ തന്നെ ആത്മീയമായി ഒരുക്കുന്ന ഒരു നല്ല വൈദികനായിരുന്നു. ജോസഫ് അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജോസഫ് അച്ഛൻ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ എല്ലാവരെയും പ്രേരിപ്പിച്ചു. ഒരു നിമിഷം ജോസഫ് അച്ഛൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു എന്ന് കരുതി ഞങ്ങളെല്ലാം ദുഃഖത്തോടുകൂടി ആശുപത്രിയിലേക്ക് വിളിച്ചു. അവിടെ ജോസഫ് അച്ഛന് ഒരു രണ്ടാമത്തെ ജന്മം കർത്താവ് നൽകി. അത് വിശുദ്ധ ആഴ്ച, വെള്ളിയാഴ്ചയിലായിരുന്നു. വെള്ളിയാഴ്ചയിൽ ആ ദിവസം നൽകി. വിശുദ്ധവാരത്തിലെ വിശുദ്ധമായ ദിവസങ്ങളിലൂടെ ആശുപത്രി കിടക്കയിൽ അച്ഛൻ ചിലവഴിച്ചു. വലിയ ശനിയാഴ്ച ബിഷപ്പ് ഹൗസിൽ തിരിച്ചെത്തി ഈസ്റ്റർ ഞായറാഴ്ച ആഘോഷിച്ചു.
ആ അച്ഛന്റെ വാട്സപ്പിലെ അച്ഛന്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞുകൊണ്ട് പുനരുദ്ധനായ യേശുവിന്റെ തൊട്ടരികിൽ വെളുത്ത വസ്ത്രമണിഞ്ഞ് നിൽക്കുന്ന ജോസഫ് അച്ഛനെയാണ് കാണാൻ സാധിക്കും. അച്ഛൻ തന്നെ ആ പടം പ്രൊഫൈൽ പിക്ചറായിട്ടത് താൻ ഒരുങ്ങുന്നു എന്ന് നമ്മളെ കാണിക്കുന്നത് വേണ്ടി. അച്ഛൻ അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഓൺലൈൻ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് ആരാധനയുടെ സമയത്ത് ഓൺലൈൻ ലൈവ് ചാറ്റിൽ അച്ഛൻ കുറിച്ചിടുകയാണ്. ഇതാ ഞാൻ നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, എനിക്കായി നീ വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിന്നോടൊപ്പം പ്രവേശിച്ച് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന് വെളിപാടിന്റെ പുസ്തകം 3:20 വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് അച്ഛൻ ടൈപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കകം വെളിപാട് പുസ്തകത്തിൽ 3-7 വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് അച്ഛൻ ടൈപ്പ് ചെയ്യുകയാണ്. ആർക്കും ഈ വാതിൽ അടയ്ക്കുവാൻ സാധിക്കുകയില്ല, ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കും. അങ്ങനെ അച്ഛൻ തന്റെ ഒരുക്കങ്ങളുടെ പൂർത്തിയില് ഏപ്രിൽ 25 നല്ല ഇടയന്റെ ഞായറാഴ്ച എന്നറിയപ്പെടുന്ന ഏപ്രിൽ 25 ആ നല്ല ഇടയൻ തന്നെയാണ് എന്റെ വാതിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം അധ്യായം 10:9 വാക്യത്തില് ഞാനാകുന്നു വാതിൽ എന്ന് പറയുന്ന ആ ഈശോയുടെ വാതിലിലൂടെ നിത്യസമാധാനത്തിനായി അച്ഛൻ കടന്നു പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചേട്ടനാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ ഇടവക വൈദികരുടെ കുടുംബത്തിലെ അഭിമന്യ പിതാവും ഇടവക വൈദികർ കൂടുന്ന കുടുംബത്തിലെ മൂത്ത ചേട്ടനാണ്. ആ ചേട്ടൻ കടന്നു പോകുമ്പോൾ ഞങ്ങളെല്ലാവരും വേദനിക്കുകയാണ്. ഈ ജഗദൽപൂർ മിഷനെ സംബന്ധിച്ചിടത്തോളം, ജഗദൽപൂർ രൂപതയെ സംബന്ധിച്ചിടത്തോളം, CMI സമൂഹം അടക്കം മറ്റ് സന്യാസി സമൂഹങ്ങളടക്കം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട സ്നേഹം തന്ന നല്ലൊരു അച്ഛനാണ്. അതുകൊണ്ട് തന്നെ രൂപതയെ എല്ലാവരും വേദനിക്കുക. ആ വേദനയിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് നിങ്ങൾക്ക് മുൻപിൽ സമാശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നതിനേക്കാൾ ഉപരിയാണ് നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന, ഇവിടുത്തെ ആദിവാസികളെ സ്നേഹിക്കുന്ന, പ്രാർത്ഥനയിൽ നിറഞ്ഞ എളിമയുടെ ജീവിതം നയിച്ച ഒരു ചെറിയ പുരോഹിതനായി, ഒരു അസിസ്റ്റന്റ് പുരോഹിതനായി ചെറിയ ചെറിയ ദേശങ്ങളിലുള്ള ഉൾനാടൻ പ്രദേശങ്ങളിലുള്ള മിഷൻ സ്റ്റേഷനുകളിലെ ബുദ്ധിമുട്ടുകൾ തന്നെ താണ്ടി വികാരി ചന്ദ്രാളിന്റെ പദം വരെ ഉയർന്ന് എല്ലാവർക്കും സേവനം ചെയ്ത ഒരു വിശുദ്ധനായ വൈദികൻ ഒത്തിരി ഫലിതങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരെയും ചിരിപ്പിക്കുവാനും എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനും ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ആരോടൊരു പിണക്കവും വെച്ച് പുലർത്തിയിരുന്നില്ല. ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കം ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരോട് പെട്ടെന്ന് തന്നെ ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രകൃതമായി എല്ലാ വിധത്തിലും തന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വിശുദ്ധമായ ജീവിതത്തിലൂടെ ഈ അച്ഛൻ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ ഞങ്ങൾക്കായിട്ടും നിങ്ങൾക്കായിട്ടും സ്വർഗത്തിൽ ഒരു മധ്യസ്ഥനെ കൂടി തന്നിരിക്കുന്നു. ഈ ജഗദൽപൂർ രൂപതയില് ഈ വർഷം 50ാമത്തെ പുരോഹിതൻ ഈ രൂപതയ്ക്കായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ 1ാമത്തെ പുരോഹിതൻ സ്വർഗത്തിൽ ഭവനത്തിൽ അവിടെ മറ്റുള്ളവർക്കായി സ്ഥലമൊരുക്കുവാനായി കടന്നുപോയിരിക്കുന്നു. എല്ലാവർക്കും ഒരുങ്ങിയിരിക്കാം. ദൈവം എപ്പോഴാണ് നമ്മളെ വിളിക്കുന്നതെന്ന് അറിയില്ല. ജോസഫ് അച്ഛനെ പോലെ ഒരുക്കമുള്ളവരായിരിക്കാം. ദൈവസന്നിധിയിലേക്ക് സ്നേഹത്തോടും സന്തോഷത്തോടും മടങ്ങുവാൻ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. It is with heavy heart that I received news of the sad and sudden demise of Joseph Chelever, who was the first departed priest of the eparchy of Jagdalpur. Please accept my condolences and prayers on my behalf, as well as the ceremonial councils. I realize that through his passing away, the eparchy has lost a great master, a celestial evangelizer, and a great spiritual counselor. He was involved in the spiritual formation of the young seminarians and of the जिन्होंने
उसने हमारी मुक्ति के मार्ग के रूप में हमें प्रदान किया जो हम तुझे चढ़ा रहे। हे प्रभु ईश्वर, मेरे पुत्र के आदेशानुसार हम उसे भोग की स्मृति मना रहे हैं। जिस रात भोग सब हुआ गया उसी रात को उसने अपने पावन हाथों में रोटी दी, स्वर्ग की ओर हे पूज्य पिता तेरी ओर आंखें उठाई और धन्यवाद की प्रार्थना करने के बाद उसे दौड़ा तथा अपने शिष्यों को देते हुए कहा, यह मेरा शरीर है जो तुम्हारे लिए तुम्हारे पापों की क्षमा के लिए बांटा जा रहा है। ले लो और इसमें से तुम सब खाओ। उसी प्रकार उसने प्याला लिया और धन्यवाद खुदी वचन के बाद उसे देते हुए कहा, यह नवी विधान का मेरा रक्त है जो भक्तों के पापों की क्षमा के लिए बहाया जा रहा है। ले लो और इसमें से तुम सब पियो। और जब तुम मेरे नाम पर एकत्र हो जाओ तो मेरी स्मृति में किया करो जो मैंने किया है। हे प्रभु, हमें तेरा आशीर्वाद प्राप्त हो। तेरी उदार कृपा हमें अनुभाव में पवित्र जीवनदायी दिव्य रस्तियों के समीप पहुंचा देती है। यद्यपि हम अयोग्य है, यद्यपि सचमुच हम अयोग्य है। हे प्रभु, ईसा मसीह तेरे पावन नाम की जय हो। प्रभु तेरी सदा आराधना हो। जीवन सदा जीवनदायी रोटी स्वर्ग से उतर कर आई है और समस्त जगत को जीवन प्रदान करती है। इसका सेवन करने वाले नहीं मरते हैं, इसको ग्रहण करने वाले मुक्ति पाते हैं। उनको क्षमा प्राप्त होती है और वे सदा जीवित रहते हैं। तेरे निकट से प्राप्त आशा के साथ हम सब मिलकर तुझे पुकारे और इस प्रकार करें, हे हमारे पिता जो स्वर्ग में है, तेरा नाम पवित्र होना चाहिए, तेरा राज्य आए, तेरी इच्छा जैसे स्वर्ग में पूरी होती है वैसे पृथ्वी पर भी पूरी हो। हमारा दैनिक आहार आज हमें दे, हमारे पापों में क्षमा कर जैसे हमने अपने अपराधियों को क्षमा किया है। हमें परीक्षा में न पड़ने दे, परंतु तुझसे बचा, क्योंकि सर्वदा तेरा है, शक्ति तेरी है और महिमा तेरी है। आमीन। हे प्रभु सर्वशक्तिमान ईश्वर, हमारे दयालु पिता तेरी कृपा के लिए हम तुझसे विनय करते हैं। हमें परीक्षा में न पड़ने दे, परंतु दुष्ट और उसके साथियों से हमें बचा, क्योंकि सर्वदा पृथ्वी पर राज्य तेरा है, शक्ति तेरी है, प्रभुत्व तेरा है, अब सदा सर्वदा। और जोसेफ जी यूदरपुर धर्म प्रांत का पहला डायसेशन प्रीस्ट, यूदरपुर धर्म प्रांत का प्रथम धर्माध्यक्ष का भतीजा, सभी फादरगण, सिस्टरगण और विश्वासियों का आत्ममित्र अभी नहीं रहे। स्वर्गीय पिता द्वारा अपने पास बुलाए गए अभी हम करेंगे स्वर्गवासी फादर जोसेफ जी
स्वर्ग को उन्होंने अपना वास स्थान बनाया। और जोसेफ एक ऐसा व्यक्ति था जो सबों से मित्रता बनाए रखते थे। एक विनम्र, निस्वार्थ और निष्कलंक व्यक्ति जो दूसरों का भलाई व बढ़ावा केवल चाहते थे। ये जोसेफ फादर अभी नहीं रहे। मुझे पक्का विश्वास है कि यदि आज लॉकडाउन नहीं होता तो बिशप्स हाउस का कैंपस लोगों से, फादरों से, सिस्टरों से और मित्रों से भर जाता था। ऐसा ही व्यक्ति को हमें दिए परमपिता ईश्वर को सबसे पहले मैं धन्यवाद देना चाहूँगा। അതുപോലെ തന്നെ ഇങ്ങനെയൊരു മകന് ഈ മണ്ണിൽ ജന്മം നൽകി ക്രിസ്തീയ കുടുംബത്തിൽ വികസുന്ന രീതിയിൽ വളർത്തിയ യോസഫത്തിന് മുൻപേ സ്വർഗത്തിലായിരിക്കുന്ന വരേതരായ മാതാപിതാക്കന്മാരെയും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി അദ്ദേഹത്തെ ഈ ജീവിത രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ആത്മീയ ധൈര്യം നൽകിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെയും മറ്റു കുടുംബാംഗങ്ങളെയും വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. हमने शुद्ध मानवों को जीवनदायी और पवित्र में पागलेरियम बनाए। तेरे इस महान कृपा के प्रति तेरे पवित्र और महनीय नाम की स्तुति और वंदना करने हम सर्वदा भाग्य। वे सबका पुरोहित पिता पुत्र पवित्र आत्मा सर्वदा आमीन। हे प्रभु हमें आशीर्वाद दे। हे मसीह मानव की आशा, तूने अमरता में अवसर के दिव्य स्वयं द्वारा हमारे ऋणवचन तथा हमारी आत्माओं को पोषण किया है। अब उन्हें जन के प्रति तेरी स्तुति होती रहे। यीशु के प्रभु सर्वदा आमीन। स्मरण द्वारा मृत्यु को हराकर अनंत जीवन के योग्य बनाए मसीह सदा स्तुत्य है। उसमें विश्वास करने वाले मृत्यु के बाद भी जिएंगे। उसके शरीर रक्तों को स्वीकारने वाले स्वर्ग राज्य का भागीदार बनेंगे। तूने घोषणा की है, जो तुझ में विश्वास करता है वह मृत्यु से जीवन में प्रवेश करेगा। जो मेरा शरीर खाता है और मेरा लहू पीता है वह ईश्वर के विरासत के भागीदार बने। ईसा के कथन मृत्यु द्वारा हमसे विदाई हो भाइयों एवं मित्रों में पूर्ण हो। मृतों को पुनरुत्थान की महत्व में सहभागी बनकर ईश्वर के दाहिने विराजमान होने योग्य बना दे। उनकी स्मरणोत्सव में जीवन और मृत्यु के ईश्वर की अनुग्रह आप लोगों पर बनी रहे अब सदा और सर्वदा। मैं अच्छी लड़ाई लड़ चुका हूँ, अपनी दारू पूरी कर चुका हूँ और पूर्ण रूप से ईमानदार रहा हूँ। अब मेरे लिए धार्मिकता का अभाव तैयार है, जिससे न्याय और विचार करने प्रभु मुझे आज तो बनाए। उस परमात्मा में ईश्वर आपको प्रवेश करने दे जो निष्ठावान सेवकों के लिए प्रतिज्ञा है। മദ്ബഹ ഞാൻ നിന്നെ പിരിഞ്ഞപ്പോൾ ഉരിയാടാതെന്തേ നീ മൗനമായി? ഇതു എൻ അന്ത്യബലിയാണെന്നറിഞ്ഞില്ലേ? പിന്നെന്തിനെന്നെ നീ തോഷിപ്പിച്ചു?
എൻ കൂദാശയ്ക്കെല്ലാം സാക്ഷിയായി നിന്നിട്ടും സൂചനയൊന്നും നീ തന്നില്ലല്ലോ. ബലിയർപ്പണത്തിനായി നിങ്കലേക്കില്ലിനി യാത്ര ചോദിച്ചിതാ ഞാൻ പോകുന്നു. ഹേ പുരോഹിതാ, നിന്നന്ത്യബലിയിങ്കൽ നിന്നും ഞാൻ അബ്രാമിൻ ബലിപീഠം പോൽ നീ എന്നോടായി യാത്ര ചോദിച്ചു പോയപ്പോൾ സങ്കടത്താലെൻ്റെ കരളലിഞ്ഞു. നിൻ ചൂടു കണ്ണീരും അന്ത്യചുംബനവും ഹൃദയം അലിയിക്കുമ്പോലായിരുന്നു. ആചാര്യ നീ വാങ്ങിപ്പോമെന്നറിഞ്ഞതാൽ വിലപിക്കുന്നു ഞാൻ അനാഥനെ പോൽ. കൂദാശയില്ലാതിൻ ശുശ്രൂഷയില്ലിനി ഖേദത്താലിന്ന് ഞാൻ മൗനമായി. നിൻവേർപാടിങ്കൽ ഈ ശുദ്ധ ദേവാലയം ईश्वर ने कन्याओं के समूह में प्रवेश करने दे, जिन्होंने अपने जीवन काल में सत्कर्म द्वारा ईश्वर को प्रसन्न किया। मसीह अपनी करुणा एवं अपनी पवित्र मां कुमारी मरियम की प्रार्थना द्वारा इन्हें अपनी दाई और खड़ा होने जब खड़ा करे, जब वो भगवान को पुनर्जीवित करके इन्हें धर्मियों का परमानंद प्रदान करेंगे। जीवन के ग्रंथ में ईश्वर इनका नाम लिखे और चुने हुए लोगों के समूह में इन्हें प्रवेश करने दे। इस कब्र को पवित्र कर जब आप संसार में अंत तक इस शरीर को विश्राम करना है, जो बपतिस्मा से अंगी पवित्र प्रसाद से पोषित एवं द्रव्यदायी से अनुग्रहित है। हे ईश्वर, जीवन एवं मृत्यु के प्रभु, पिता पुत्र पवित्र आत्मा सर्वदा। मुझे पर कृपा से जल छिड़क दे और मैं शुद्ध हो जाऊंगा। मुझे थोड़ा और मैं मुझसे भी अधिक शुद्ध बन जाऊंगा। प्रभु तेरे अनुग्रह के धीमे जल से इस व्यक्ति को साधना दे और वह कब्र पवित्र कर। പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങി.
പിറ്റെന്നൊപ്പമുണർന്നിടാ. ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി शाश्वत शांति प्रदान करता है। हम तेरी आराधना एवं स्तुति करते हैं। हे ईश्वर, जीवन और मृत्यु के प्रभु, पिता पुत्र पवित्र आत्मा सर्वदा न्याय विचार के अंतिम दिन में प्रभु करुणा से सुलगा माता मानव का है जीवन धन्य। प्रभु तो बेड़ी हमारा आश्रय बना रहा, तो मनुष्य को बेड़ी के नाते में रखा है, अपनी सम्मान रक्षा। ये खुदा सभी तुझे बीते कभी कर लेते हैं, गिनती में रानी परानी सदस्य जिस तरह सवेरा होने पर अपने मिट जाता है, इस तरह तो मनुष्य को उठा ले जाता है। जिस तरह आसमान आती है और सजाकर बुझाकर सूख जाती है, पिता पुत्र पवित्र आत्मा की स्तुति हो अनादि से अनंत काल में। प्रभु तूने उन सभी लोगों को जो दिनमय पुनरुत्थान की प्रतिज्ञा की है, जो सभी विश्वास के साथ मृत्यु में प्रवेश करते हैं, हमारे इस बनकटे भारत को इन्होंने हमसे विदा ली है। महिमा वाले पुनरुत्थान एवं शाश्वत सौभाग्य प्रदान कर विजय वचन एवं कर्म द्वारा इन्होंने जो पाप किए हैं उनकी क्षमा करके स्वर्गदूतों एवं संतों के निवास स्थान में इन्हें स्वीकार कर उन समस्त लोगों को अनुग्रह प्रदान कर। इन्होंने इस संस्कार विधि में भाग लेकर इस पवित्र जोसेफ जी जगत का सम्मान किया और इनके लिए प्रार्थना की। तेरी कृपा हमें निवास करे और तेरा अनुग्रह हमारा अनुगमन करे अब सदा और सर्वदा। സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ.
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ